ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2007 റിലീസായ ഗോസ്റ്റ് മദർ എന്ന തായ്ലൻഡ് ഹൊറർ മൂവിയാണ് നോക്കാൻ പോകുന്നത്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. സിനിമയുടെ തുടക്കത്തിൽ പഴയ വണ്ടികളൊക്കെ കൂട്ടിയിട്ട ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. രാത്രി നല്ല മഴയത്ത് അവിടെയുള്ള ഒരു ബസ്സിലേക്ക് ഒരു പെൺകുട്ടി ഓടിക്കയറുകയാണ്. അവളുടെ പുറകെ ഗുണ്ടകളും ഉണ്ട്. അവരെ പേടിച്ചാണ് അവൾ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ അവർ അവളെ കണ്ടുപിടിച്ചു കൊല്ലും. അടുത്തത് ഒരു സ്ട്രീറ്റിൽ സോയാബീൻ മിൽക്കും ഫ്രൈഡ് ഡഫും വിൽക്കുന്ന ഹീറോയിൻ നാനിനെ കാണിക്കുന്നു. പറയാൻ എളുപ്പത്തിന് ഞാൻ സ്നാക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നാനിൻ്റെ കൂടെ അവളുടെ ബ്രദറിൻ്റെ മകൾ പ്രേയും ഹെൽപ്പ് ചെയ്യാനുണ്ട്. ചായ്ക്ക് അപകടം പിടിച്ച ഒരു പണിയായതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാനിൻ്റെ അടുത്താക്കിയിരിക്കുവാണ്. ഞാൻ അവളുടെ സ്വന്തം മക്കളെ പോലെയാണ് അവരെ വളർത്തി വരുന്നത്. നാനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ വിളിച്ച് ചായ കുട്ടികളെ അവിടെ ആക്കി പോകുന്നതും മറ്റു കാര്യങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അടുത്തത് ഹോസ്പിറ്റലിൽ മരിച്ചു കിടക്കുന്ന ചായയെ കാണിക്കുന്നു. ഇൻസ്പെക്ടർ കോൾ അവിടെ വന്നിട്ടുണ്ട്. വിവരമറിഞ്ഞ് അങ്ങോട്ട് വന്ന ഞാൻ ചായയുടെ മരിച്ച ശരീരം കണ്ട് ബോധം കെട്ടു വീഴുകയാണ്. അതിനുശേഷം ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നു. അവരെ മുകളിൽ നിന്നും ഇൻസ്പെക്ടർ കോൾ നോക്കുന്നുണ്ട്. കോൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൾ വീട്ടിൽ മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. ആ സമയം കോളിൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം സ്വപ്നം കാണുന്നതായി കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ നേരെ ഒരാൾ തോക്ക് ചൂണ്ടി നിൽക്കുന്നതും അവളെ രക്ഷിക്കാൻ വേണ്ടി കോൾ പിൻവാതിലൂടെ അയാളെ ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ ആ പെൺകുട്ടിയെ ഷൂട്ട് ചെയ്യുകയും അവൾ അവിടെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി മരിക്കാൻ കാരണം താനാണെന്ന ചിന്തയിലാണ് കോൾ ഇപ്പോഴും. ആ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുവാണ് കോൾ. എന്നാൽ മരിച്ചു കിടക്കുന്ന ചായയുടെ മുഖം അയാളുടെ മനസ്സിലേക്ക് വരുവാണ്. ശരിക്കും ചായയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് കോളിന് അറിയാം. അടുത്ത ദിവസം ചായയുടെ ശവസംസ്കാരം നടക്കുകയാണ്. അതിനുശേഷം നീ എങ്ങനെയാണ് ഈ 3 കുട്ടികളെയും നോക്കാൻ പോകുന്നത്? ഈ സ്നാക്സ് വിറ്റ് കിട്ടുന്ന കാശ് അതിന് തികയോ എന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട് അവളോട് ചോദിക്കും. നിന്റെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഇല്ലേ? നിനക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നീ ഡ്രസ്സ് തയ്ക്ക്, അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാലോ. ഞാൻ എൻ്റെ ബോസിനോട് ഈ കാര്യം പറയാം എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് പറയും. അങ്ങനെ ഫ്യൂണറൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മയക്കുമരുന്ന് വിൽക്കുന്ന ടീമിലെ ഹെഡിനോട് ഒരാൾ സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ ഗാങ്ങിലെ ഒരാൾ ഞാനിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻസ്പെക്ടർ കോൾ ആ മയക്കുമരുന്ന് ടീമിലെ ഒരാളുമായി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ചായ മരിച്ചതിന് കാരണം അവർ ആണെന്ന് കോളിനറിയാം. എന്നാൽ അതിനൊരു തെളിവും കിട്ടിയില്ല. അത് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല. സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കോൾ അവിടുന്ന് പോകും. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ പ്രേ, പപ്പ എനിക്ക് തന്ന പോക്കറ്റ് മണിയാണിത്, നിങ്ങൾക്ക് ക്യാഷിന് ആവശ്യമില്ലേ, ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് കൊടുക്കും. അത് കണ്ട ഞാൻ ഈ കാശ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെ ഉറക്കാൻ പ്രേയക്കുട്ടി റൂമിലേക്ക് പോയി അവരെ ഉറക്കുന്നു. അത് കഴിഞ്ഞ് മയക്കുമരുന്ന് ടീമിലെ ബോസായ മിസ്റ്റർ ടോങ്ങിനെയാണ് കാണിക്കുന്നത്. അവരുടെ സംസാരത്തിൽ നിന്നും ചായ് അവരുടെ ടീമിലെ ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചായ് കുറച്ച് മയക്കുമരുന്ന് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഇവർക്ക് ആർക്കും തന്നെ അറിയില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സിസ്റ്ററായ നാനിനോട് പറഞ്ഞിട്ടുണ്ടാവോ എന്ന ചിന്തയിലാണ് അവർ. കുട്ടികളോട് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞ് ഒരാളെ നോക്കാനും ഏൽപ്പിച്ച് നാന് പുറത്തു പോകും. ആ സമയം മയക്കുമരുന്ന് ടീമിലെ ആളുകൾ വന്ന് അവളെ തട്ടിക്കൊണ്ടു പോകുന്നു. മയക്കുമരുന്നിനെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ചായ് തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നാന് പറയും. ട്രെയിൻ പോകുന്നത് കണ്ട് അവരുടെ വണ്ടി ട്രാക്കിന്റെ അടുത്ത് നിർത്തുവാണ്. ഞാനിൻ്റെ അടുത്ത് അവർ വളരെ മോശമായി പെരുമാറാൻ നോക്കുന്ന സമയം അവരെ തള്ളി മാറ്റി വാൻ തുറന്ന് അവൾ ഓടി ഒരു കാർഡം യാർഡിൽ എത്തുന്നു. ഈ സീനാണ് മൂവി തുടങ്ങുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ ഒളിഞ്ഞു നിന്ന നാനിനെ ഗുണ്ടകൾ കണ്ടുപിടിക്കുകയും അതിലുണ്ടായിരുന്ന മോയക് എന്ന ആള് അവളെ ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവൻ അവളെ കൊല്ലാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതൊന്നും ശ്രദ്ധിക്കാണ്ട് മോയ്ക്ക് ഞാനിൻ്റെ കഴുത്തിൽ കയറ് കെട്ടി ആ ബസ്സിൽ തൂക്കിക്കൊല്ലാണ്. കുട്ടികളെ ഇനി ആര് നോക്കും എന്ന വിഷമത്തിലാണ് അവൾ അവിടെ മരിച്ചു വീഴുന്നത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന കോളിനെയാണ് അടുത്തത് കാണിക്കുന്നത്. അവൻ കാരണമാണ് അന്ന് ആ പെൺകുട്ടി മരിച്ചത് എന്ന കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാൻ കോളിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡെയിലി കോൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി പോകും. അവിടെ മോയക്കിന്റെ ടീം നാനിന്റെ ബോഡി ഒരു കായലിൽ കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ തിരഞ്ഞാൽ കുറഞ്ഞത് 20 ബോഡിയെങ്കിലും കിട്ടും എന്ന് അതിലൊരാൾ പറയുന്നുണ്ട്.
പ്രേ ഞാനിനെ കാറ്റ് ടേബിളിൽ തലവെച്ച് അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ആ സമയം ഒരു നനഞ്ഞ കാൽപ്പാടുകൾ ഉള്ളിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രേ കണ്ണു തുറക്കുന്നു. കിച്ചണിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നിയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഞാനിന്റെ ആത്മാവ് അടുത്ത ദിവസത്തേക്കുള്ള മാവ് കുഴയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ആന്റി എപ്പോഴാ വന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പ്രേ ചോദിക്കും. കുറെ നേരമായി ഞാൻ വന്നിട്ട്. നീ നേരത്തെ പോയി കിടന്നോ? നാളെ മുതൽ സ്നാക്സ് വിൽക്കാൻ നീയാണ് മാർക്കറ്റിലേക്ക് പോകേണ്ടത്. എനിക്ക് വയ്യ, ഞാൻ ഓക്കെ ആവുന്നത് വരെ നീയാണ് വിൽക്കേണ്ടതെന്ന് ഞാൻ പറയും. ശരി എന്ന് പറഞ്ഞ് പ്രേ അവിടുന്ന് പോകുന്നു. ഞാൻ കരയുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീർ ഒഴുകി കുഴച്ചുകൊണ്ടിരിക്കുന്ന മാവിലേക്ക് വീഴും. പിറ്റേ ദിവസം പ്രേയും മായും സ്നാക്സ് വിൽക്കാണ്. എന്നത്തെക്കാളും ഇന്ന് അവിടെ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കഴിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. ഞാനെൻ്റെ ഫ്രണ്ട് അവളുടെ തുണിക്കട തുറക്കുമ്പോൾ അതിനുള്ളിൽ ഞാനെ കാണും. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് തുണിയുണ്ട്, വിറ്റ് തരുമോ എന്ന് ഞാൻ ചോദിക്കും. ആ ചെയ്തു തരാലോ എന്ന് അവളുടെ ഫ്രണ്ട് പറയലും ഞാൻ അവിടുന്ന് പോവലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷനിലൂടെ അവളുടെ ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. കാർ പാർക്കിങ്ങിൽ നിന്നും മോയക്കിനെ കോൾ പിടിക്കുകയും നിന്നെയും നിന്റെ ടീമിനെയും ഞാൻ എന്തായാലും പുറത്തു കൊണ്ടുവരും എന്ന് കോൾ പറഞ്ഞ് അവിടുന്ന് പോകും. ഞാനിനെ കൊന്ന ടീമിൽ ഒരാൾ അവിടെയുള്ള ഒരു ബാറിന്റെ പുറത്ത് യൂറിൻ പോകുന്ന സമയം അവിടെ ഞാനിന്റെ ആത്മാവിനെ കാണുകയാണ്. തോന്നലാണെന്നൊക്കെ അയാൾ വിചാരിച്ച് അങ്ങനെ വീട്ടിൽ വരും. അതിനുശേഷം അയാൾ TV ഓണാക്കുകയാണ്. അപ്പോൾ TV-യിൽ ഞാനിനെ അന്ന് കൊന്നില്ലേ അതൊക്കെയാണ് കാണിക്കുന്നത്. അത് കണ്ട് അയാൾ പേടിക്കുകയാണ്. പെട്ടെന്ന് അവിടെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ തനിയെ വർക്കാകും. അങ്ങനെ പേടിച്ച് അയാൾ ജനാലിലൂടെ താഴെ വീണ് നല്ല രീതിയിൽ മേലൊക്കെ മുറിഞ്ഞ് ഒരു വിധത്തിൽ അയാൾ എഴുന്നേറ്റ് നിൽക്കും. ആ സമയം പൊട്ടിയ ജനാലിൽ നിന്നും ഒരു ഗ്ലാസിന്റെ കഷ്ണം വന്ന് അയാളുടെ തലയിലൂടെ തുളച്ചു കയറി മരിക്കുകയാണ്. കോൾ ഞാനിനോട് സംസാരിക്കാനായി വീട്ടിൽ വരുന്നതാണ് അടുത്തത് കാണിക്കുന്നത്. ആ വീട്ടിൽ തെരഞ്ഞിട്ട് അവളെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ പെട്ടെന്ന് കോളിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കാണ്. കോൾ ഞാനിനോട് മയക്കുമരുന്ന് ടീമിനെ പറ്റിയും അവളുടെ ജീവൻ അപകടത്തിലാവാൻ ചാൻസ് ഉണ്ട് എന്നും പറയും. എന്നെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം, മക്കളെയും ഞാൻ നോക്കിക്കോളാം എന്ന് കോളിനോട് ഞാൻ പറയും. ആരോ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പ്രേ ഞാനിന്റെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും. അത് കേട്ടതും ഞാനിന്റെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. കോളിനെ കണ്ടതും ഞാനിന്റെ ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ നിൽക്കാണ്. അപ്പൊ കോള് പറയും ഞാനും ഒരു പോലീസുകാരനാണ് എന്ന്. അങ്ങനെ അവർ രണ്ടാളും അവിടുന്ന് പോകും. അടുത്തത് മിസ്റ്റർ ടോങ്ങിനെ കാണിക്കുന്നുണ്ട്. ഞാനിനെ ചോദ്യം ചെയ്തതിൽ ചായ എവിടെയാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞോ എന്ന് മോയക്കിനോട് ചോദിക്കും. അവൾക്കറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് അവനും പറയും. അവളിനി പോലീസിനോട് പറയോ പ്രശ്നമാകോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കാരണം ഒരു പ്രശ്നവും വരില്ല എന്ന് മോയക്ക് പറയും. ഞാനിനെ കൊന്ന കാര്യം അവർ ഇതുവരെ മിസ്റ്റർ ടോങ്ങിനോട് പറഞ്ഞിട്ടില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയമൊന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല. എന്താ ആന്റി നെയ്റ്റ് മാത്രം വീട്ടിൽ വരുന്നത് എന്ന് മായി പ്രേയോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾ എല്ലാവരും ഉറങ്ങുകയാണ്. മായ ഉറക്കത്തിൽ ഞാനിന്റെ പേടിപ്പിക്കുന്ന മുഖം സ്വപ്നം കണ്ട് പേടിച്ചെണീക്കുകയാണ്. പക്ഷേ ഞാനിന്റെ പ്രേതം അവളുടെ പുറകിൽ കിടക്കുന്നുണ്ടാകും. ഞാൻ അവളെ സമാധാനിപ്പിച്ച് ഉറക്കുകയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള മാവ് കുഴയ്ക്കാൻ പോകും. ഞാനിനെ കൊന്ന ആളുകൾ എല്ലാവരും കൂടി അവളെ കുറിച്ച് സംസാരിക്കുന്നതാണ് അടുത്തത് കാണിക്കുന്നത്. ഞാനിന്റെ 3 മക്കളും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അവൾ മരിച്ച പോലെ ഒരു സൂചനയുമില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കോൾ ക്ഷേത്രത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ ഞാനിന്റെ ആത്മാവിനെ കാണുന്നത് പോലെ കാണിക്കുന്നുണ്ട്. മോയ്ക്ക് ലോക്കറിൽ ഒളിപ്പിച്ചു വെച്ച മയക്കുമരുന്നുമായി ഒരാളെ കാണാൻ പോകുന്നു. ടോങ് ഇതറിഞ്ഞാലോ എന്നയാൾ ചോദിക്കുമ്പോൾ അറിയാൻ വഴിയില്ല, ഓൾറെഡി ചായ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മോയ്ക്കും പറയും. സ്കൂളിൽ നിന്ന് വന്ന ശേഷം കുട്ടികൾ നാളെ മദേഴ്സ് ഡേ ആണെന്നും സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, ആന്റി ഞങ്ങൾക്ക് അമ്മയെ പോലെയല്ലേ, എന്തായാലും വരണം, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും എന്ന് പറയും. നാളെ എന്തായാലും താൻ വരുമെന്ന് കുട്ടികളോട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ടോങ് ഉള്ളത് ഒരു പോൺ സിനിമ പിടിക്കാൻ നിൽക്കുന്ന ലൊക്കേഷനിലാണ്. അങ്ങോട്ട് പോൺ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അവൾ ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലെ റൂമിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയാണ്. എന്താ കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ടോങ്ങിന്റെ കൂട്ടത്തിലെ ഒരാളെ അവളുടെ പുറകെ വിടും. എന്നാൽ അയാൾക്ക് അവളെ കണ്ടെത്താൻ പറ്റിയില്ല. അയാൾ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലാണ്. റോഡിലൂടെ പോകുന്ന ബസ്സിലേക്ക് അയാൾ നോക്കുന്നുണ്ട്. അതിലൂടെ പോകുന്ന ബസ്സുകളിലൊക്കെ തൂങ്ങി നിൽക്കുന്ന ഞാനിനെയാണ് അയാൾ കാണുന്നത്. അത് കണ്ടു പേടിച്ച് അയാൾ അവിടുന്ന് മാറുന്നു. മുകളിലേക്ക് നോക്കുന്ന സമയം സ്റ്റെയർ കേസിൽ തലകീഴായി നിൽക്കുന്ന ഞാനിനെ കാണും. ഇതൊക്കെ കണ്ട് പേടിച്ചു മാറുമ്പോൾ അയാൾ ഒരു ഡ്രെയിനേജ് ഹോളിലേക്ക് വീഴും.
അയാൾ പുറത്തു വരാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അയാളെ അതിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആ ഡ്രെയിനേജ് ഹോള് തനിയെ അടയുന്നുണ്ട്. അടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് കാണിക്കുന്നത്. ഡ്രസ്സ് മാറാൻ പോയ ആ പെണ്ണ് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഓടിപ്പോയത് ഞാൻ അതിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ അടവായത് നമുക്ക് മനസ്സിലാക്കാം. അവളെ കണ്ടതും ടോങ്ങും ഗാങ്ങും അന്തം വിട്ട് നിൽക്കും. സ്കൂളിൽ മദേഴ്സ് ഡേ പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ ഞാൻ വരുന്നില്ല. കുട്ടികൾ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങ് അതിൽ ഉണ്ടാകും. ടോങ്ങിന് സ്റ്റേജിൽ കയറാനുള്ള സമയമായപ്പോഴും ഞാൻ അവിടെ എത്തിയില്ല. അപ്പോൾ പ്രേ ആണ് അതിന് പകരം പോകുന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു ATMന്റെ ചോട്ടിലിരുന്ന് പ്രേ ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് വന്ന ഒരാൾ അവളോട് ഓരോന്ന് പറയും. അതേസമയം കോൾ അങ്ങോട്ട് വരികയും പ്രേയെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. കോൾ പ്രേയെ വീട്ടിലാക്കുകയാണ്. ആ സമയം ഞാൻ അവിടെ ഉണ്ടാകും. സ്കൂളിലേക്ക് വരാൻ പറ്റാത്തതിന് സോറി പറയും. അപ്പോഴൊക്കെ പ്രേ കരയുകയായിരിക്കും. ഞാൻ അവളോട് സത്യം പറയാൻ തുടങ്ങുമ്പോൾ പ്രേ ഞാനിനോട് എന്നെ വിഷമിപ്പിക്കുന്ന വല്ലതുമാണ് പറയാൻ നിൽക്കുന്നതെങ്കിൽ പറയണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. മോയ്ക്ക് ചായ എങ്ങനെയാ മരിച്ചത് എന്ന കാര്യം അയാളുടെ കൂടെ ഉള്ള ഒരാളോട് പറയുന്ന സീനാണ് ഇപ്പൊ കാണിക്കുന്നത്. ശരിക്കും ചായയും മോയ്ക്കും മയക്കുമരുന്ന് മോഷ്ടിച്ച് മിസ്റ്റർ ടോങ്ങിന്റെ മയക്കുമരുന്ന് ടീമിൽ നിന്നും ഒഴിവാകാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പ്ലാൻ ചെയ്ത പോലെ മയക്കുമരുന്ന് മോഷ്ടിച്ച് ചായയോട് ഒരു പാലത്തിനടിയിൽ വെയിറ്റ് ചെയ്യാനും പറയും. ചായ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോയ്ക്ക് പോലീസിനെ കൂട്ടി അങ്ങോട്ട് പോകും. അവർ ചായയെ കൊല്ലുകയും ചെയ്യും. ചായയുടെ കല്ലറുടെ അടുത്തിരുന്ന് കോൾ അവനോട് സോറി പറയുകയാണ്. ഞാനെന്റെ ബോഡി കിടക്കുന്നില്ലേ. ആ കുളം ആ സമയത്ത് കോളിന് ഒരു ദർശനം പോലെ കാണാൻ പറ്റുകയാണ്. കോൾ അങ്ങനെ ആ കുളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കോളിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് ഒരു കയറ് വീഴും. അതെടുത്ത് കോൾ വലിക്കുമ്പോൾ ഞാനിന്റെ ഡെഡ് ബോഡിയാണ് കരയ്ക്ക് വരുന്നത്. ആ ഡെഡ് ബോഡിയിലുള്ള വളയും ഞാനിന്റെ വളയും മാച്ച് ആയിരിക്കും. ഞാനോട് എപ്പോഴും സംസാരിക്കുമ്പോൾ അവളുടെ വള കോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാനാണ് അതെന്ന് അപ്പോഴാണ് കോളിന് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി സന്യാസിയോട് പറയുകയാണ്. അപ്പോൾ കോളിനോട് നീ അവളെ സഹായിക്കണമെന്ന് സന്യാസി പറയും. അങ്ങനെ മോർച്ചറിയിൽ വെച്ച ഞാനിന്റെ ബോഡിയുമായി കോൾ വേറൊരു സന്യാസിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സന്യാസി ഞാനിന് ശാന്തി ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ആചാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കോളിനോട് പറയും. അടുത്തത് മിസ്റ്റർ ടോങ്ങും മോയ്ക്കും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ചായ കൊന്നത് നീയാണെന്നും ഞാനിനെയും നീ കൊന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലായി എന്ന് മോയ്ക്കിനോട് പറയും. അവിടെയുള്ള ക്യൂ എന്ന ആളോട് മോയ്ക്കിനെ കൊല്ലാൻ പറയുമ്പോൾ എല്ലാവരും മിസ്റ്റർ ടോങ്ങിന് നേരെ തിരിഞ്ഞ് അയാളെ കൊല്ലുന്നു. അപ്പോഴേക്കും അവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ടാകും. പോലീസ് അവിടെ ഉള്ളവരൊക്കെ പിടിക്കും. പക്ഷേ മോയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടും. പ്രേയെ മോയ്ക്കിന്റെ ടീം തട്ടിക്കൊണ്ടു പോകുന്നു. ഈ കാര്യം ഞാനിന്റെ ഫ്രണ്ട് അറിയുകയും കോളിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യും. ഞാനിനെ കൊന്ന അതേ ബസ്സിലേക്കാണ് പ്രേയെ അവർ കൊണ്ടുപോകുന്നത്. കുറച്ച് കഴിഞ്ഞ് മോയ്ക്ക് അവിടെ എത്തുന്നു. മോയ്ക്കിന് പിന്നാലെ കോളും അവിടെ എത്തും. കോൾ മോയ്ക്കിന്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ മോയ്ക്ക് പ്രേയുടെ നേരെ തോക്ക് ചൂണ്ടി വെച്ച് കോളിനോട് കീഴടങ്ങാൻ പറയും. ആ സമയം കോളിന് അവന്റെ ലൈഫിൽ ഇതേപോലൊരു പെൺകുട്ടി മരിച്ച കാര്യമായിരിക്കും ഓർമ്മ വരിക. അങ്ങനെ പ്രേയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തോക്ക് താഴെ വെക്കും. അതേസമയം ബാക്കിലൂടെ ഒരാൾ വന്നിട്ട് കോളിനെ തലക്കടിച്ച് വീഴ്ത്തും. എന്നിട്ട് കോളിന്റെ തോക്കെടുത്ത് കോളിനെ വെടിവെക്കാൻ നോക്കുമ്പോൾ തോക്ക് വർക്കാവില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വെടിവെക്കുമ്പോൾ തോക്ക് വർക്കാകും. പക്ഷെ അയാളുടെ മുകളിൽ ക്രെയിൻ ഉണ്ടാകും. അതിൽ കുളത്ത് തൂക്കിയിട്ട കയറിലേക്കായിരിക്കും അയാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരു കയറ് പൊട്ടും. മോയ്ക്ക് വേഗം അയാളുടെ അടുത്ത് വരികയാണ്. അപ്പൊ നോക്കുമ്പോൾ തലയില്ലാത്ത ശരീരമാണ് കാണുന്നത്. കാരണം ക്രെയിനിന്റെ പൊട്ടിയ കൊളുത്തുണ്ടല്ലോ, അതൊരു ഇരുമ്പ് പ്ലേറ്റിൽ തട്ടി തെറിച്ച് അയാളുടെ തല കട്ടായി പോയിട്ടുണ്ടാകും. ഇതെല്ലാം കണ്ട് മോയ്ക്ക് പേടിച്ചു പോയി വേഗം കാർ എടുത്ത് പോകാൻ നോക്കുമ്പോൾ ആ ക്രെയിനിന്റെ കൊളുത്ത് കാറിൽ വന്ന് ഇടിക്കുന്നു. ആ കാറിൽ മോയ്ക്ക് കുടുങ്ങും. അയാളുടെ ചുറ്റും ഞാനിന്റെ പ്രേതത്തെ അയാൾ കാണുകയാണ്. ഞാനിനെ കാണുമ്പോഴൊക്കെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ മോയ്ക്കിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മോയ്ക്ക് പേടിച്ച് കാറിൽ നിന്നും ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ കാല് കുടുങ്ങും. അപ്പോൾ അയാളുടെ കാറിന്റെ പെട്രോൾ ടാങ്ക് ലീക്കാവുകയും കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പ്രേയെയും കോളിനെയും ആ സമയം തീ വരാതെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞ് പോലീസ് അങ്ങോട്ട് എത്തുന്നു. ഞാൻ മരിച്ചില്ലേ അതേ ബസ്സിനുള്ളിലെ എല്ലാവരുടെയും ബോഡി പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഞാനിന്റെ മരണ വാർത്ത കുട്ടികളെയും ഞാനിന്റെ ഫ്രണ്ടിനെയും കോൾ അറിയിക്കും. എല്ലാവരും ക്ഷേത്രത്തിൽ ഞാനിന്റെ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്ന് കരയുവാണ്. ആ സമയം ദൂരെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഞാനിനെ കോൾ കാണുകയാണ്.
പോൾ ആ സന്യാസിയോട് കുട്ടികൾ അവസാനമായി അവളോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കും. സന്യാസി സമ്മതിക്കുന്നു. അങ്ങനെ കുട്ടികൾ ഞാനിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇവരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രേ ഞാനിന് വാക്ക് കൊടുക്കും. 3 കുട്ടികളും ഞാനിനെ അമ്മ എന്ന് വിളിക്കുന്നത് കാണിച്ച് മൂവി അവസാനിക്കുന്നു. മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.